Why me? എനിക്ക് മാത്രം എന്തായി കഷ്ടതകൾ വരുന്നത്? ഈ ചോദ്യമാണ് ഇന്ന് ഒരുപാട് പേർക്ക് ചോദിക്കാനുള്ളത്. അടുത്ത വീട്ടുകാരന് വരേണ്ടതായിരുന്നു. എനിക്കെന്തിനാണ് വന്നത് എന്ന് പറയുന്നത് മോശമല്ലേ? എന്റെ തലയിൽ മരം വീണു, അവന്റെ തലയിൽ എന്താണ് വീഴാത്തതെന്ന് ചോദിക്കുന്നത് മോശമല്ലേ? ഞാൻ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, നല്ലവളായല്ലേ ജീവിച്ചത്. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ വരുന്നുവെന്നാൽ ഞാനെന്തോ സ്പെഷ്യലാണെന്ന് വിചാരിച്ചു. ഞാൻ വളരെ സ്പെഷ്യലാണ്. അവർക്ക് വന്നാൽ അത് നോർമൽ. അതുകൊണ്ട് തീർച്ചയായും എന്തെങ്കിലും സംഭവിക്കും. എപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുവോ അപ്പോൾ തീർച്ചയായും സംഭവിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സ്പെഷ്യൽ എന്ന് വിചാരിച്ചാൽ അടി കിട്ടും. കാരണം നിങ്ങളുടെ ജീവൻ അത്ര സ്പെഷ്യലല്ല. ആത്മീയത എന്ന് പറയുന്നത് ഇതാണ്. ശരീരം നോക്കിയാലോ എൻ്റെ ശരീരം കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലതായി തോന്നും, എൻ്റെ മനസ്സ് നിങ്ങൾക്ക് മൂർച്ചയുള്ളതായി തോന്നും, ഇങ്ങനെയെല്ലാം പറയാം. അതെല്ലാം സത്യമായിരിക്കാം. ഊർജ്ജത്തിലും മറ്റു കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് നോക്കിയാൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഉള്ളിലെ ജീവനും നിങ്ങളുടെ ഉള്ളിലെ ജീവനും വേറിട്ടതല്ല. ഉള്ളിലുള്ളത് ഒന്നു തന്നെയാണ്. എല്ലാം ഒന്നാണ്. അതിനെ തൊട്ടാൽ ഈ അതിർത്തി എല്ലാം പോകും. അപ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, നിങ്ങൾക്ക് എന്താ വരാത്തത്? ഈ ചോദ്യമൊന്നും ഉണ്ടാകില്ല. ഇതിനാണ് ആത്മീയത ആവശ്യമാണെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. ഇങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ ജീവിതം മോശമാകില്ലേ? ആ അവസ്ഥ ഒഴിവാക്കണം. അതിനുവേണ്ടിയാണ് ആത്മീയത.